ആക്ച്വലി ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ അവിടെ കാണാനില്ല എന്ന് വീണാമണി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. വീണാമണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇന്നലെ ഈ അശരീരി വരുന്ന പോലെയാണ് വീണാമണിയുടെ ഫോൺ വരുന്നത്. എൻ്റെ കൂടെ നമ്മുടെ സഹപ്രവർത്തകൻ കൂടെ ഉണ്ടായിരുന്നു, വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിക്കുവാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇയാൾ തോളി തട്ടി, ഇപ്പം എനിക്ക് വണ്ടി കിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണ് നിർത്തിയത്. അപ്പോൾ എന്നോട് പറഞ്ഞത്, സാറേ ആ ഡോക്ടർ വന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. പ്രതീക്ഷ ഡോക്ടർ വന്നിട്ടില്ല. പിന്നെ ആ ഷംസുദ്ദീനെ വന്നിട്ടില്ലെന്നാണ് അവിടെ കളക്ടറേറ്റിലെ ആൾക്കാർ പറയണമെന്ന് അവരെ കണ്ണൂർ ഭാഷയിൽ അവർ എന്നോട് പറയുന്നത്. അപ്പൊ നമുക്ക് ഡോക്ടറിലേക്ക് തന്നെ പോവാം. അപ്പൊ ഡോക്ടർ ആക്ച്വലി ഡോക്ടർ അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇല്ല എന്നാണ് വീണാമണി ഇങ്ങനെ പ്രജീഷ് അല്ലെ പ്രതീക്ഷ അദ്ദേഹം അവിടെ ഇല്ല സാറേ, അദ്ദേഹം വന്നിട്ടില്ലെന്നാ പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഒരുപാട് അവ്യക്തതകൾ. ഈ പോസ്റ്റ്മോർട്ടം വന്നിട്ട് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ആ ഒരു സ്പാർക്ക് നമുക്ക് വരുന്നത് ആദ്യം ആ തലയോട്ടി. നമ്മളുടെ നോർമലി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. ഞാനും പഠിച്ചത് മെഡിക്കൽ സയൻസ് ആണ്. അപ്പം നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ കയറിയിട്ടുണ്ട്, കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്കറിയാവുന്നൊരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ഐ ഷേപ്ഡിൽ തന്നെയാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന് കീറുന്നത്. ഐ ഷേപ്ഡ് ആണ്. വിദേശ രാജ്യങ്ങളിൽ കൂടുതലും വൈ ഷേപ്പിലാണ് കീറുക. ഇങ്ങനെ കീറി ഇങ്ങനെ വന്നിട്ട് അതാവുമ്പോൾ ഇങ്ങനെ തുറന്നെടുക്കാനുള്ളൊരു എളുപ്പത്തിന്. അപ്പോൾ വൈ ഷേപ്പിൽ വന്നിട്ട് കീറിയെടുക്കുന്നത്. അതുപോലെ തന്നെ തലയുടെ ഭാഗം എടുക്കുന്നതും ജസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബലം കൊടുത്തിട്ടാണ് ഇവിടെ പൊളിച്ചെടുക്കേണ്ടത്. നമ്മൾ ഇത് മാറ്റി അതിനകത്തുനിന്ന് ആണ് റിമൂവ് ചെയ്യുന്നത്. അത് അറിയാൻ പറ്റും സയൻറ്റിഫിക്കലി, അങ്ങനെ ഒരു രീതിയിലാണ്. ഇപ്പോൾ അതിനൊക്കെ ഐ ഷേപ്ഡ്, വൈ ഷേപ്ഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു തല ഒരിക്കലും ബ്ലാങ്ക് ആയിട്ട് അങ്ങനെ കിട്ടില്ല. അത് ബോഡി കൊണ്ടുവന്നപ്പോൾ ആ മുടിയൊക്കെ അതേപോലെ ആ മുടി അങ്ങനെ ഇരിക്കുന്നു. എവിടെയാണ് തുന്നി കെട്ടിയത്? അത് അവര് ഉത്തരം പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അല്ല, ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ശരിയാ, എനിക്ക് ഏറ്റവും ഹൃദയഭേദകമായിട്ട് തോന്നിയ ആ രണ്ട് പെൺകുട്ടികളെ കരച്ചിലാണ്. ഉറപ്പായിട്ടും അച്ഛൻ്റെ ചിതയ്ക്ക് കൊള്ളി വെക്കേണ്ടി വന്ന ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഇത്, ആ രണ്ട് പെൺകുട്ടികളുടെ ആ ഒരു മുഖം കേരള ജനതയുടെ മനസ്സിന്ന് പോകത്തില്ല. ഉറപ്പായിട്ടും. അല്ല, അതിനുള്ളത് അനുഭവിക്കേണ്ടി വരും ആരാണെങ്കിലും. പറഞ്ഞു വരും കാര്യത്തിലേക്ക്. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി എന്ന് പറയുന്നത്, പിന്നെ ആ ഫേസ് അതേപോലെ തന്നെ. ശരിക്കും നവീൻ ബാബുവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഉറങ്ങിക്കിടക്കും പോലെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയുടെ അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോസ് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും എങ്ങനെയാണ് ചേട്ടാ ഒരു കീറിമുറിച്ചൊരു ബോഡി പഴയ പോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരമൊക്കെ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ഇത്തരത്തിൽ തലയോട്ടിയൊക്കെ പൊളിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ മൂടി മുഖം മാത്രമേ കാണുള്ളൂ. പിന്നെ ശരീരം പോലും അങ്ങനെ വരില്ല. ബിക്കോസ് നമ്മൾ കീറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദൈവത്തിന്റെ കളി ഭയങ്കരമാണ്. ഈ അകത്ത് നമ്മളുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മീൻസ് ആമാശയവും ഹൃദയവും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ മൂപ്പർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. പ്ലേസ്മെന്റ് ഭയങ്കരമാണത്. അത് നമ്മൾ പുറത്തെടുത്തിട്ട് പിന്നെ ഒരു ഡോക്ടർക്കും അത് അതേപടി അങ്ങനെ ഫിക്കാൻ പറ്റില്ല. അതൊരു പൊളിത്തീൻ കവറിലിട്ടിട്ട് അങ്ങനെയാണ് അകത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുന്ന ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. ഇതൊന്നും തന്നെ നവീൻ ബാബുവിൻ്റെ ബോഡിയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വീണാമണി പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. വീണാമണിക്ക് ആ മെഡിക്കൽ കോളേജുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അവരുടെ ഭർത്താവും ഇതുപോലെ തന്നെ മരണപ്പെട്ടിട്ടുള്ള ആള് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളൊരു ലേഡിയാണ് അവരതുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങൾ അവിടെ പോയി തിരക്കിയത്. അപ്പോൾ ഇവർക്ക് പരിചയമുള്ള ഒരാൾ കൃത്യമായിട്ടും വിറ്റ്നസ് പറഞ്ഞിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല. അതിൽ സത്യം ഉണ്ടാവും. കാര്യം അവരെ സംബന്ധിച്ച് അവർ ആ നാട്ടുകാരിയാണ്, ഒരു പൊതുപ്രവർത്തകയാണ്. അവർക്ക് വിവരം പറഞ്ഞ ആൾ ഒരിക്കലും ഹോൾഡുണ്ട്. അവർ പറഞ്ഞത് സത്യം. പിന്നെ അവരിപ്പോ ഇങ്ങനെ മീഡിയാസിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അതിനുള്ള തെളിവ് അല്ലെങ്കിൽ ഇയാളെ കാണിച്ചു കൊടുക്കാം എന്നുള്ള തന്റെ ഇടം അവർക്കുള്ളത് കൊണ്ടാണ്. എങ്കിൽ ഈ ഒരു വേള നമ്മൾ ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുറപ്പിക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണാമണി പറഞ്ഞതല്ലാതെ ഒരേ ഒരു ചാനൽ മാത്രമേ അവരെ, സാറ്റലൈറ്റ് ചാനൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിലൊരു സത്യം ഉണ്ട് എന്ന് പുറത്തു വരുന്നു. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ സ്റ്റെയർ കേസിൽ അവരുടെ ഇതുപോലൊരു സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീണാമണിക്ക് അവിടെ പരിചയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആ പോസ്റ്റ്മോർട്ടത്തിന്റെ മറ്റു കാര്യങ്ങളിലേക്ക്, പോസ്റ്റ്മോർട്ടത്തിന്റെ അവർ പറയുന്നുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് അത്രയും വിശ്വാസയോഗ്യമായ ഒരു സ്ഥലത്തു നിന്നാണ് പുള്ളിക്കാരിക്ക് അത് കിട്ടിയത്. പ്ലസ് അതിന്റെ പിന്നാലെ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ വയറ് എംറ്റി ആയിരുന്നു, സ്റ്റൊമക്ക് എംറ്റി ആയിരുന്നു എന്ന് പറയുന്നത്. ആ സ്റ്റൊമക്ക് ഒരിക്കലും നമുക്ക് എംറ്റി ആയിട്ട് വരില്ല. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളുടെ
പുറത്തെടുത്ത് പരിശോധിക്കപ്പെട്ട സാധനങ്ങളൊക്കെ അകത്ത് തിരികെ വെച്ച് വരുമ്പോൾ ഒരിക്കലും അത് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്നതേ വയറ് എം ടി ആയിരുന്നു പറയുന്നത്, അദ്ദേഹം മരണപ്പെട്ടത് 5:30നും 6:00നും ഇടയ്ക്ക് എങ്ങാണ്ടോ രാവിലെ എന്നൊക്കെയാ പറയുന്നത്. ആ സമയത്ത് ഫുഡ് കഴിച്ചതിന്റെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ മിസ് ചെയ്തു പോയതുണ്ട്. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാകരുത്, അതാണ് ശരിക്കും അതാണ് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് ഡോക്ടർ പ്രതീഷിനെ പോലെ ഒരാള്, അദ്ദേഹം CPM അനുഭാവിയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ജേർണി ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം ആദ്യം പഠിച്ചത് BHMS ആണ്. BHMS കിട്ടുന്നത് പോലും റാങ്കിന്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം കഥകളി നടനായിരുന്നു. കഥകളി അതിന്റെ ആർട്സ് കോട്ടയിൽ വന്നിട്ടാണ് അദ്ദേഹത്തിന് BHMSന്റെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ BHMS ഒരു 5 years കഴിയുമ്പോൾ അത് പഠിച്ചിറങ്ങുമ്പോൾ 2 പേർക്ക് MBBS കോട്ടയുണ്ട്. അപ്പം അങ്ങനെ എക്സാം എഴുതി കയറിയതാണ്. അങ്ങനെയും അവിടെയും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കയറിയതാണ്. ഈ BHMS പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ സപ്ലി എഴുതി പാസ്സായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ ഒറ്റ ചാൻസിൽ പാസ്സായ ഒരാളുമല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമാണ്. ഒരു ചെറിയ സംശയം, ക്ഷമിക്കണം ഐശ്വര്യ. അപ്പൊ എന്റെ സംശയമേ, ഐശ്വര്യ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇതുണ്ടല്ലോ, ഐ മീൻ ഈ ആന്തരിക അവയവങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ ആന്തരിക അവയവങ്ങൾ ശരിക്കും ആശുപത്രി സൂക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ കരുതുന്നുണ്ടോ? ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ അവർ പറഞ്ഞു കഴിഞ്ഞു. ആന്തരികാവയവങ്ങൾ എടുത്തു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ ഒരു സാധ്യത വിട്ട് കളയാൻ പറ്റില്ല. ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും നമുക്കിപ്പോൾ ഈ നമുക്കറിയാം, നമ്മൾ ക്രൈം തന്നെയാണ് പുറത്ത് കൊണ്ടുവന്നത്. പല ഈ കിഡ്നി അതൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെയൊക്കെ അത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാറ് തന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ആന്തരികാവയവങ്ങൾ എടുത്തെങ്കിൽ അത് ഇവിടെ നിന്ന് എന്ന് എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടാവും. ഉറപ്പായിട്ട് മാറ്റിയിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിപ്പോൾ സൂയിസൈഡ് ആവട്ടെ വേറെ എന്തോ ആവട്ടെ, ആന്തരികാവയവങ്ങൾ കെമിക്കൽ എക്സാമിനേഷൻ അയക്കണം എന്നുള്ളതൊരു റൂളാണ്. അങ്ങനെ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സൂയിസൈഡാണ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ എക്സാമിനേഷന് സൂയിസൈഡിൻ്റെ ഉറപ്പായിട്ടും അയക്കണം. അതിനകത്ത് വിഷം ചെന്നിട്ടുണ്ടോ, അതൊരു അശോകൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസിനകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സൈനൈഡ് കൊടുത്ത ശേഷമാണ് വെള്ളത്തിൽ മുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലാവുക ജോൺ റാൽഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് മുതലുണ്ട്. സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കെതിരെ കൂടി വരുന്നത് നമ്മളുടെ ഇന്ത്യൻ പൗരനാണ് അദ്ദേഹം. അപ്പോൾ നമ്മളുടെ കേരളത്തിലെ ആളാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ ഇന്ത്യക്കും ഒക്കെ അതിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആന്തരികാവയവങ്ങൾ അയച്ചിട്ടുണ്ടാവണം ഉറപ്പായിട്ട്. അപ്പോൾ ആന്തരികാവയവങ്ങൾ ഷുവറായിട്ടും നമ്മൾ അയച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സാധ്യതയെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. സാധാരണ ഒരു സൂയിസൈഡൽ ഹാങ്ങിങ്ങിലേക്ക് പോകുമ്പോൾ വിഷം കൊടുത്തതിന് ശേഷമാണോ കൊന്നതെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ അല്ല എന്ന് ഉറപ്പിക്കാനെങ്കിലും ആ ഒരു പടി നമ്മൾ ചെയ്തിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല. ആക്ച്വലി ഒരു സംശയം, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തോ തന്നെ എന്നൊരു സംശയം നമ്മൾ ആദ്യം പറഞ്ഞു. ഈ പോസ്റ്റ്മോർട്ടം ചെയ്താലെങ്കിൽ ആന്തരിക അവയവങ്ങൾ അവിടെ സൂക്ഷിച്ചോ അത് മാറ്റിവിട്ടോ എന്നറിയാം. കാര്യം അതിനിപ്പോ ഈ ബോഡി എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. അതെ, നമുക്കിവിടെ നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിങ്ങനെ സംശയങ്ങളും ഊഹാപോഹങ്ങളും മുന്നോട്ട് വെക്കാന്നുള്ളതല്ലാതെ സംശയങ്ങളും ഊഹാപോഹങ്ങളാണെങ്കിലും ഇത് തെളിയിക്കാൻ പറ്റുന്ന ഇതുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യുമ്പോൾ അതെ ഉറപ്പായിട്ടും നമുക്കിനി ഒരിക്കലും ആ ബോഡി റീപോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു അഥവാ നമ്മൾ ഈ പറഞ്ഞ പോലെ ആന്തരിക അവയവങ്ങൾ അവിടെ നിന്ന് മാറ്റി എന്ന് പറയപ്പെട്ടിരുന്നാലും നമുക്കിത് ഈ കറക്റ്റ് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രതികൾ ആരാണ്, ആദ്യം പ്രതികൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. ആ പ്രതികളെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമേ ചോദ്യം ചെയ്യലുണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഇനി എത്രയോ ഇത് പോസ്റ്റ്മോർട്ടം ടൈമിൽ എന്തായാലും വീഡിയോ എടുത്ത് വെക്കണം, ഫോട്ടോസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും. അതുപോലും ഇവിടെ നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ പച്ചയായ നിയമലംഘനമാണ് കംപ്ലീറ്റ് നടന്നിട്ടുള്ളത്. നമുക്ക് തോന്നണമെന്നറിയോ, ഒന്ന് ഈ മരണം നടക്കുന്നതിന് മുമ്പ് ഇവർ വെൽ സ്ക്രിപ്റ്റഡ് ആയ ഒരു സാധനമായിരുന്നു ഈ അഴിമതി ആരോപണം. അത് പൊളിഞ്ഞത് ഈ മരണത്തിലൂടെയാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മരണം നടന്നത് ചിലപ്പോൾ PP ദിവ്യയോ പ്രശാന്തനോ അല്ലെങ്കിൽ മറ്റ് സംഘങ്ങൾ ഇതിൽ ഏതോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഈ മരണവും PP ദിവ്യയും പ്രശാന്തനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ മരണത്തിൽ നേരിട്ട് PP ദിവ്യയ്ക്ക് ബന്ധമുണ്ടാവാൻ സാധ്യതയില്ല. അതായിരിക്കാം ജയരാജന്റെ വായിന്ന് വന്നത്. പക്ഷേ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് നേതാക്കൾ തന്നെ പറഞ്ഞ് സമ്മതിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്കിതിൽ വേറൊന്നും കൂടെ പറയാനുള്ളത്, ഇനി ഇതിൻ്റെ അന്വേഷണം എങ്ങനെ പോകും എന്നുള്ളത് കണക്കാക്കി. കാര്യം
നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ സംസാരിച്ചപ്പോഴത്തേക്കും മറ്റേ പ്രജിതയുമായി നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞത് ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമള, ഗോവിന്ദൻ്റെ മകൻ്റെ ഫോണ്, കളക്ടറുടെ ഫോൺ രേഖകൾ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഡ്രൈവർ ഷംസുദ്ദീൻ്റെ ഫോണ്, പ്രശാന്തൻ്റെ ഫോണ്, ഇങ്ങനെ നിരവധി മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫോൺ വരെ സീൽ ചെയ്ത് ഇത് അന്വേഷിക്കേണ്ടത് ഒരു വലിയ കാര്യം. ഇത് ഒരു ചെറിയ സംഗതിയല്ല. ഞാൻ അടുത്തിടയ്ക്ക് ഒരു മുതിർന്ന പത്രപ്രവർത്തകനെ ഒരു യാത്രക്കിടയിൽ കണ്ടപ്പോൾ, ഒരു മാധ്യമ ചാനലിൽ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കേസ് എങ്ങും എത്തില്ല എന്നാണ് പറഞ്ഞത്. കാര്യം പ്രമുഖരാണ് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. അല്ല, നമ്മുടെ കോടതികളുടെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയല്ല എങ്കിലും പോലും ഈ ഭയങ്കരമായിട്ടുള്ള വലിച്ചു നീട്ടൽ, ഇപ്പം നമ്മളെ ഈ ഹൈക്കോടതി പോലും അതെ ഇത് എന്ത് പറയുമെന്ന് അറച്ചു നിൽക്കുകയാണ്. കാര്യം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ പ്രതിഭാഗത്ത് എന്ന പോലെ നിൽക്കുന്ന ഒരു കേസാണ്. സാധാരണ പബ്ലിക് പ്രോസിക്യൂഷൻ എങ്ങനെയാണ് വിജയമായി മാറുന്നത്? പബ്ലിക് പ്രോസിക്യൂഷൻ പറഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടി പറയാൻ പോകുന്ന ഒരു പ്രോസിക്യൂഷനാണ്, വാദമാണ്, ഒരു വക്കീലാണ്. ദിവ്യക്കിന്റെ മഞ്ജുഷയുടെ ഹർജിയിലെ വാദം കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജഡ്ജി തെറിച്ചതും നമുക്ക് അറിയാവുന്നതാണ്. അത് നമ്മൾ കണ്ടു. ആദ്യം വരുന്ന വക്കീൽ മാറി, അത് കഴിഞ്ഞ് കൗസർ എടപ്പകത്താണ് ജഡ്ജി മാറി കൗസർ എടപ്പകത്ത്. കൗസർ എടപ്പകത്ത് ശരിക്കും ഇപ്പോൾ ഒരു തൃശങ്കൂലാണ്. കാര്യം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നൊരു തീരുമാനം. കാര്യം നമുക്ക് കോടതി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം പറയുന്നത് CBI അന്വേഷണം വന്നാലും ഈ സർക്കാർ ഗവർണർക്കെതിരെ വരെ സുപ്രീം കോടതിയിൽ പോയവരാണ്. കേന്ദ്രത്തിനെതിരെ, കേന്ദ്രത്തിനെതിരെ വരെ ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പോയാൽ അങ്ങനെ നിയമോപദേശം കൊടുക്കാൻ വരെ ഈ സർക്കാരിന് ഇവിടെ നിയമോപദേശകരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നാളിതുവരെയുള്ള നീക്കം അനുസരിച്ച് കോടതി പോലും ഒരു വേള പകച്ചു നിൽക്കുന്നു എന്ത് വിധി പറയണമെന്നുള്ളത്. ഇവിടെ വീണാമണി ഒരു ഇന്റർവ്യൂല് പറയുന്നതും കേട്ടു. അവർക്ക് പറയാനുള്ളത് കോടതി അങ്ങനെ വയറ് കീറിയിട്ടുണ്ടെങ്കിൽ, വയറ് കീറിയെന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു, വയറ് കീറിയിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും ആന്തരിക അവയവങ്ങളും പോയിട്ടുണ്ടാവണം. അല്ലാണ്ട് ഇത് പോസ്റ്റ്മോർട്ടം അവർ പറയുന്ന ഒരു ഡയലോഗ്, അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അവർ കണ്ണൂർക്കാരി എന്നുള്ള രീതിയിൽ പറഞ്ഞു. കണ്ണൂർ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചരിത്രം നമുക്കറിയാം. കണ്ണൂരിൽ CPMകാർക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളുടെയും പോസ്റ്റ്മോർട്ടം നടത്താറില്ല. അവിടെ ജസ്റ്റ് ഷേവ് ചെയ്ത് പൗഡർ ഇട്ട് ആ ബോഡി കെട്ടിപ്പൊതിഞ്ഞ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയുള്ളൊരു ജീവനക്കാരൻ പറയുന്നത്. ഏതായാലും പാർട്ടി ആണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് എന്നുണ്ടെങ്കിലും അല്ലെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജ് കാണിച്ചത് ഒരു വൻ ക്രിമിനലിസം തന്നെയാണ്, ഒരു കുറ്റകൃത്യം തന്നെയാണ്. അവർ നാളിതുവരെ ചെയ്തു വന്ന എല്ലാ കുറ്റങ്ങളുടെയും ഒരു അടിവര ഇടുന്നതായിരിക്കാം ഒരു വേള ഈ പ്രശാന്തിനെതിരെ ആദ്യം വീണ ജോർജ്, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു ഇപ്പൊ തന്നെ നടപടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ എടുത്തൊരു ചാട്ടം ഉണ്ടല്ലോ, ആ ചാട്ടം ശരിക്കും കാണിക്കേണ്ടത് ഡോക്ടർ പ്രജിത്തിന്റെ കാര്യത്തിൽ കൂടിയാണ്. അതിനിപ്പോ അവർക്ക് മറുപടി അവരുടെ പ്രജിത്ത് പ്രതീഷ്, ഞാൻ ഓർക്കുന്നില്ല പേര് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കാര്യത്തിലും കൂടി ഇതുപോലെ തന്നെ അദ്ദേഹം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്ക്, ആ കൊള്ളരുതായ്മ മീൻസ് ആ കാണിച്ചിരിക്കുന്ന നിയമലംഘനം, അതിനെതിരെ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇതുവരെ ആരോഗ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. പ്രശാന്തനോട് കാണിച്ച ഇതെല്ലാം പോട്ടെ, ഈ സംഭവം നടന്ന് 3 മാസമായി. ഈ കേരളത്തിനൊരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം ഒരു ഫോൺ കോളിലൂടെയെങ്കിലും ആ കുടുംബത്തിന് വിളിച്ചോ? ഒരു ഫോൺ കോളിലൂടെങ്കിലും അദ്ദേഹം വിളിച്ചോ? ഫാരിസ് അബൂബക്കറിന്റെ വീട്ടില് അമ്മൂമ്മ മരിച്ചപ്പോഴും പോകുന്ന ആൾക്കാരാണെന്നും കൂടി നമ്മൾ വിചാരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പറച്ചില്ലേ ഉള്ളൂ. കമ്മ്യൂണിസം ഒക്കെ പോയി, ഇപ്പൊ അതിൽ കായില്ല, മ്യൂണിസമേ ഉള്ളൂ. അപ്പോൾ അതെ, ഇപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ അടുത്ത ഏത് ഡെവലപ്മെന്റ്സ് വന്നാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ തയ്യാറാണ്. നമ്മൾ അടുത്തൊരു വീഡിയോ ഇതിന്റെ അടുത്ത് എന്ത് ഡെവലപ്മെന്റ്സ് ആണ് വരുന്നത് അതനുസരിച്ച് നമുക്കിരിക്കാം. നന്ദി, നമസ്കാരം.